So hello friends, once again welcome back. Friends, ഇപ്പോൾ നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് JBL A സീരീസിൽ വരുന്ന ഒരു A1500 എന്ന ഒരു 12 ഇഞ്ച് സബ്വൂഫറാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതേ സീരീസിൽ വരുന്ന 1300 നമ്മൾ ഇതിന് മുന്നേ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ കാണാവുന്നതാണ്. So friends, without wasting any more time, let's begin. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ മണി നൈസ് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ A സീരീസ് സബ്വൂഫറിൻ്റെ പാക്കേജ്. ആസ് യൂഷ്വൽ നമുക്ക് JBL സബ്വൂഫർ വരുന്ന എല്ലാ പാക്കേജും ഒരുപോലെ തന്നെയാണ്. 1200 ആയാലും 1300 ആയാലും 1400 ആയാലും ഇനിയിപ്പോൾ 1500 ആയാലും ഒരേ ക്വാളിറ്റിയുള്ള പാക്കേജിനാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ അതിനകത്ത് കളറിന് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഓറഞ്ച് കളറാണ്, ഓറഞ്ചും ഒരു ബ്ലാക്കും കളറും ചേർന്ന് പണ്ടത്തെ ഒരു CS സീരീസ് സബ്വൂഫർ വരുന്ന ആ ഒരു പാക്കേജിനൊക്കെയുള്ള പാക്കേജിലാണ് വന്നേക്കുന്നത്. അത്യാവശ്യം വേണ്ടുന്ന ഇൻഫർമേഷനും അതുപോലെ പ്രൈസ് ഡീറ്റെയിൽസും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. A1500hi A സീരീസ് എന്ന ഒരു സീരീസിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 12 ഇഞ്ച് ഓട്ടോമോട്ടീവ് സബ്വൂഫറാണ്. ബാക്കി സ്പെക്കെല്ലാം നമുക്ക് വഴിയെ പറയാം. അതിൻ്റെ ബാർകോഡും മറ്റു കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു മെയ്ഡ് ഇൻ ചൈന പ്രോഡക്റ്റാണ്. നിങ്ങൾക്കറിയാം JBL അസംബ്ലിംഗ് യൂണിറ്റ് ചൈനയിലാണ്, പക്ഷേ അവരുടെ ആ ഒരു മദർ ലാൻഡ് എന്ന് പറയുന്നത് USA ആണ്. അത് ഹാർമൻ്റെ. അത് പ്രൈസ് കൊടുത്തിരിക്കുന്നത് മാക്സിമം റീറ്റെയിൽ പ്രൈസ് 4690 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് പലയിടത്തും കിട്ടും. ഞാൻ ആക്ച്വൽ പ്രൈസ് പറയുന്നില്ല, കാര്യം പലയിടത്തും പല റേറ്റ് ആയിരിക്കും, ഓൺലൈനിൽ മറ്റൊരു വിലയുമായിരിക്കും. സോ നമുക്കിത് അൺബോക്സ് ചെയ്ത് ഇനി ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അൺബോക്സ് ചെയ്ത് നമ്മൾ നേരെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ യൂസർ മാനുവലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു തെർമോക്കോൾ പാക്കേജും പിന്നെ നമ്മുടെ JBL സ്റ്റിക്കറും കാറ്റലോഗും അടങ്ങിയിരിക്കുന്ന ഒരു കവറാണ്. നമുക്കത് എടുത്ത് അതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് ആദ്യമേ നമുക്ക് നോക്കാം. എല്ലാ JBL സബ്വൂഫേഴ്സിലും വരുന്ന കണക്കുള്ള ഒരു നോർമൽ കാറ്റലോഗിനാണ് ഇതിന് വന്നേക്കുന്നത്. 2 JBL സ്റ്റിക്കർ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വരുന്നത് അതിൻ്റെ ഒരു യൂസർ മാനുവലും പിന്നെ സബ്വൂഫറിൻ്റെ സ്പെസിഫിക്കേഷൻ രേഖപ്പെടുത്തിയ ഒരു പേപ്പറാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. എന്തായാലും നമ്മൾ ആ പേപ്പറിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സബ്വൂഫറിൻ്റെ TS പാരാമീറ്റേഴ്സ് മൊത്തം അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോക്സൊക്കെ ഉണ്ടാക്കാനും മറ്റു ആവശ്യങ്ങൾക്കായാലും വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. സീൽഡ് എൻക്ലോഷറിലായാലും നമ്മുടെ കോൺസ്ക്രിപ്ഷനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഗ്രാഫ് അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് തന്നെ അടുത്ത സൈഡിൽ അത് എൻക്ലോഷറിനെ പറ്റിയും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സീൽഡ് എൻക്ലോഷറിനെ പറ്റി കൊടുത്തിട്ടുണ്ട്, അതുപോലെ പോർട്ടഡ് എൻക്ലോഷറിനെ പറ്റിയും കൊടുത്തിട്ടുണ്ട്. പിന്നീട് ബാൻഡ് പാസ് ബോക്സിൻ്റെ ഒരു മെഷർമെൻറ്റും കൊടുത്തിട്ടുണ്ട്, ഡ്യുവൽ പോർട്ട് വരുന്ന ബാൻഡ് പാസ് ബോക്സിൻ്റെ. സോ നമുക്ക് ഈ 3 ബോക്സും ഉണ്ടാക്കാനുള്ള എല്ലാ മെഷർമെൻറ്റും ഈ ഒരു കാറ്റലോഗിൽ അവർ കൊടുത്തിട്ടുണ്ട്. അത് അനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ബോക്സ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഓട്ടോമോട്ടീവിലേക്ക് വേണ്ടിയുള്ള ഒരു ഇതാണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് വീട്ടിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ബോക്സുകൾ TS പാരാമീറ്റേഴ്സ് ഉണ്ട്, അത് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ബോക്സുകൾ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്തെടുത്ത് നമുക്ക് പുതിയ ബോക്സുകൾ ഉണ്ടാക്കി പരീക്ഷിക്കാവുന്നതാണ്. സ്ക്വയർ പെനറ്റ് ബോക്സസ് വീട്ടിലേക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് കണ്ടിട്ടുണ്ട്. സീൽഡ് എൻക്ലോഷറിൻ്റെ വോളിയം ബാക്കി കാര്യങ്ങൾ ഡിസ്പ്ലേസ്മെൻറ്റ് അതിൻ്റെ ഗ്രാഫും കൊടുത്തിട്ടുണ്ട്. സ്പെസിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ അതൊരു 12 ഇഞ്ച് സബ്വൂഫറാണ്. നോമിനൽ ഇമ്പഡൻസ് 4 ohms ആണ്. അതുപോലെ തന്നെ പവർ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് 325 വാട്ട്സ് RMS ആണ്. പീക്ക് പവർ എന്ന് പറയുന്നത് 1500 വാട്ട്സ് ആണ്. ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസിലേക്ക് നോക്കുകയാണെങ്കിൽ 23 Hz ടു 450 Hz ആണ് ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് വന്നിരിക്കുന്നത്. സോ അത്യാവശ്യം നല്ലൊരു സബ്വൂഫറാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, JBL സബ്വൂഫർ ഉപയോഗിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. വളരെ നല്ല റെസ്പോൺസ് തരുന്ന ഒരു സബ്വൂഫറാണ്. ചെറിയ വാട്ട്സിൽ പോലും നമുക്ക് നല്ല രീതിയിലുള്ളൊരു റെസ്പോൺസ് ഈ ഒരു സബ്വൂഫറിൽ നിന്ന് കിട്ടും. പിന്നെ എൻ്റെ വോയിസ് കോയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ഇഞ്ച് വോയിസ് കോയിലാണ് വരുന്നത്. നല്ല രീതിയിലുള്ളൊരു നല്ല ക്വാളിറ്റി ഉള്ളൊരു വോയിസ് കോയിലാണ്. അധികം കംപ്ലൈൻറ്റ്സ് ഒന്നും വന്ന് കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് പേർക്ക് സബ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ അധികം കംപ്ലൈൻറ്റ്സ് ഒന്നും ഈ ഒരു മോഡലിന് വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കംപ്ലൈൻറ്റ്സ് വന്നിട്ടില്ല, നല്ല മാഗ്നറ്റ് ഇളവി അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റ്സ് വന്നിട്ടുണ്ട്, അല്ലാണ്ട് ഒരു വിധത്തിലുള്ള കംപ്ലൈൻറ്റ്സും ഇതിന് ഇതുവരെ വന്നിട്ടില്ല. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് ഈ സബ്വൂഫർ എടുത്ത് പുറത്തേക്ക് വെച്ച് നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിനെ പറ്റി സംസാരിക്കാം. ആസ് യൂഷ്വൽ നമ്മുടെ 1300 എന്ന് പറയുന്ന ഒരു JBL സബ്വൂഫർ വരുന്ന അതേപോലെ പാക്കേജാണ് നേരത്തെ പറഞ്ഞു. അതേപോലെ ഒരു കവറിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു കവർ റിമൂവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല ഈ 2 സബ്വൂഫർ തമ്മിൽ. ശരിക്കും പറഞ്ഞാൽ 1200, 1300, അതുപോലെ തന്നെ 1400, 1500 ഈ 3-4
മോഡലുകൾ തമ്മിൽ വില വ്യത്യാസമുണ്ട് എന്നുള്ളതല്ല, അതിനകത്ത് മേജറായിട്ടുള്ള ഡിഫറൻസുകൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ 1200 സ്പൈഡർ ഈ ഒരു 1500 നിന്നും 1300 നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കളർ ഡിഫറൻസ് ഉണ്ട്, കുറച്ചും കൂടെ ഒരു ഹാർഡായിട്ടുള്ളൊരു ഇതാണ് സ്പൈഡറാണ് വന്നേക്കുന്നത് തോന്നുന്നു നമ്മുടെ 1200-നകത്ത്. പക്ഷേ ഈ സബ്വൂഫർ അത്യാവശ്യം നല്ലൊരു സബ്വൂഫറാണ്. ഇപ്പോൾ വരുന്ന ആ ഒരു മോഡൽ വെച്ച് നോക്കുമ്പോഴേക്കും ഇത് നല്ല ഹെവി ആയിട്ടുള്ളൊരു മോഡലാണ്. നല്ലൊരു നമ്മുടെ 1300 നമ്മൾ നേരത്തെ കണ്ടിരുന്ന അതേ സ്പൈഡർ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഗ്ലൂവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതുവരെ അങ്ങനെ സ്പൈഡറിൽ നിന്ന് ഒരു കോൺ വിട്ടു പോകുന്ന അവസ്ഥയോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിവിടെ നമ്മൾ സ്പ്രിംഗ് സോക്കറ്റ് ഒന്നുമല്ല, നോർമൽ സോക്കറ്റ് തന്നെയാണ്. പോസിറ്റീവിന് ഇച്ചിരി കനം കൂടിയതും നെഗറ്റീവിന് കനം കുറഞ്ഞതുമായിട്ടുള്ള ഒരു പിന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ മാഗ്നറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഡുവൽ മാഗ്നറ്റാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ A1500hi എന്ന് പറയുന്ന ഒരു മോഡൽ നമ്പർ അവരതിനകത്ത് എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് സബ്വൂഫർ, പിന്നെ 320 വാട്ട്സ് RMS, 1500 വാട്ട്സ് പീക്ക് എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാർമൻ്റെ ഒരു ഒറിജിനൽ എന്ന് പറയുന്ന ഒരു ഹോളോഗ്രാം സ്റ്റിക്കർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ 1300 ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇപ്പോൾ വരുന്ന മോഡലുണ്ടോ എന്ന് എനിക്കറിയില്ല. നേരത്തെ വന്നതിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഹാർമൻ എന്ന് എഴുതിയ ആ ഒരു ഹോളോഗ്രാം സീല് നമ്മുടെ ഈ ഒരു ബോക്സ്, അതായത് സബ്വൂഫർ വരുന്ന ആ ഒരു ബൈൻഡ് പാക്കേജിന് മുകളിൽ കൊടുത്തായിട്ട് കണ്ടിട്ടുണ്ട്. എന്തായാലും USA ഉള്ള ഒരു ടെക്നോളജിയാണ്, USA ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയാണ്. പക്ഷേ അസംബിൾഡ് ഇൻ ചൈനയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം കറൻ്റ്ലി ഒരു ചെറിയ ഷോർട്ടേജ് ഈ ഒരു സബ്വൂഫറിന് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവൈലബിലിറ്റിക്ക് കുറച്ച് ഷോർട്ടേജ് അനുഭവപ്പെടുന്നുണ്ട്. കാര്യം ചൈനയായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ടേജ് നമുക്ക് അനുഭവപ്പെടേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഇതിൻ്റെ ഫ്രെയിമിനകത്ത് അവരൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റ് മോഡലിലൊന്നും ഞാൻ അത് കണ്ടിട്ടില്ല. ഇനി പുതിയ മോഡൽ വന്നതിനകത്ത് എല്ലാത്തിനകത്തും ഉണ്ടോ എന്നും അറിയില്ല. നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്ത് 1300-നകത്ത് അങ്ങനെ ഒരു സംഗതി നമ്മൾ കണ്ടതേ ഇല്ല. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇത് മറ്റ് സബ്വൂഫേഴ്സ് 1400 അല്ലെങ്കിൽ 1300 ആയിട്ട് ഡിഫറൻസ് ഉണ്ടെന്ന് പറയത്തേ ഇല്ല. പക്ഷേ ഈ ഒരു 25 വാട്ട്സ് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അത്ര ഫീൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ വ്യത്യാസം വരുന്ന രീതിയിലുള്ള ആ ഒരു പെർഫോമൻസ് ഒന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക വേണ്ട. കാര്യം 1300 കേട്ടാലും 1400 അല്ലെങ്കിൽ 1500 കേട്ടാലും ഒരേ കണക്ക് തന്നെ ഫീൽ ചെയ്യും. പവർ ഹാൻഡ്ലിംഗ് ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത്. അതിനെപ്പറ്റി വ്യക്തമായിട്ട് നമുക്കറിയില്ല. ഇനി അല്ലെങ്കിൽ പിന്നെ വോയിസ് കോയിലൊക്കെ ഇളക്കി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. സോണി അപേക്ഷിച്ച് കുറച്ചുകൂടെ വലിയ വോയിസ് കോയിലാണ് ഈ ഒരു സബ്ബ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ വരുന്ന ആ ഒരു എയർ ഹോളും കുറച്ചുകൂടെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കോയിൽ അധികം ചൂടാവാറില്ല. സോ ഫ്രണ്ട്സ്, അടിപൊളി ഒരു സബ്വൂഫറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു സബ്വൂഫറാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ റെവല്യൂഷൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.